ജനറൽ പിക്ചേഴ്സിന്റെ രവി പിള്ളയില്ലേ, രവീന്ദ്രനാഥൻ നായർ, അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസർ ഇന്നില്ല. എന്താ വെച്ചാൽ ശരിക്കും അന്ന് അങ്ങനെ ആ രവി ജനറൽ പിക്ചേഴ്സ് രവി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അന്നില്ലെങ്കിൽ അരവിന്ദനെ പോലുള്ള ഫിലിം മേക്കേഴ്സിന് അടൂരില്ല, എടുക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ജനറൽ പിക്ചേഴ്സ് രവി ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരാളാണ്. ആ മനുഷ്യനാണ് കേരളത്തിലത്തെ നവോത്ഥാന സിനിമയെ വാർത്തെടുത്ത ആളാണ്. അയാൾ കശുവണ്ടി വിറ്റ പൈസ കൊണ്ടാണ്, കശുവണ്ടി മുതലാളിയാണ്. അതെ, 14 സിനിമ, എത്ര 14 12-14 സിനിമ എടുത്തിട്ടുണ്ട്. ഒന്നിനും കാശ് ഉണ്ടാക്കിയിട്ടില്ല, മുഴുവൻ നഷ്ടമാണ്. പക്ഷെ എന്നാലും സിനിമ എടുത്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പോൺസർഷിപ്പ് ഇല്ലേ ഈ നല്ല സിനിമകൾക്ക്? ഒരു സ്പോൺസർഷിപ്പ് നമുക്ക് ഇന്നില്ല. അത് ഗവൺമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു മുമ്പ്, NMDC ഒക്കെ പോലെ ഇതല്ലേ. ഇന്നതൊക്കെ പോയി, സർക്കാർ അതിൽ നിന്നൊക്കെ കൈയൊഴിഞ്ഞു പോവുകയാണ്. അതെ, സർക്കാരിന് ഇതിനോടൊന്നും താല്പര്യമില്ല, ഇന്നത്തെ സർക്കാരിന് താല്പര്യമില്ല. അതുകൊണ്ട് മാറിപ്പോയതാണ്. കാരണം അന്നും ഇത്തരം സിനിമകൾക്ക് ഒരു ചെറിയൊരു ഓഡിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതൊരു കമേഴ്ഷ്യലായിട്ട് ഒരിക്കലും, സത്യത്തിൻ്റെ സിനിമ ഒരിക്കലും കമേഴ്ഷ്യലായിട്ട് ഓടിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അതിനകത്ത് കുറേ ദുരൂഹതയുണ്ട്, പല കാര്യങ്ങളും. കാരണം ഇന്ത്യക്കാരൻ സാധാരണ മനുഷ്യന് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, എല്ലാം ചെയ്ത് കൊടുക്കണം. ഇതിനകത്തൊരു സിനിമാറ്റിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് പല സാധനം നമ്മൾ ഊഹിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. അത് നല്ല സാഹിത്യത്തിലും നല്ല കലയിലെല്ലാം ഉള്ളൊരു സംഗതിയാണ് ശരിക്കും. അത് നല്ല കലകൾ ഒരിക്കലും സാധാരണക്കാരൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. കാരണം അവർക്ക് അവരുടെ എത്താൻ പറ്റിയിട്ടില്ല. കാരണം അത് ആ കലയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഡിഫറെൻറ്റ് തലങ്ങളിലായതുകൊണ്ടോ ആയിരിക്കത്തില്ല.